ഒരുത്തൻ വീൽ ചെയറിലിട്ടുണ്ട് വയ്യാന്നും പറഞ്ഞു, കിഡ്നി കരളൊക്കെ അടിച്ചു. അവൻ ചവിട്ട് അവന്റെ ഭാരം കൊണ്ടുള്ള ടേറ്റർ എനിക്കാം. അന്ന് അവിടെ നിന്ന് ബ്ലഡ് വന്നിട്ട് ആ ബ്ലഡ് കണ്ടിട്ട് നാട്ടുകാർ മൊത്തം എന്നെ പീഡിപ്പിച്ചു. ഞാൻ നശിച്ചു. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്കിട്ടൊരു പേരുണ്ട്, 10 പേര് 15 പേര് യൂസ് ചെയ്ത പേരുണ്ട്. വയസ്സില് അന്ന് ഇത്രയും നടന്നിട്ട് എന്തുകൊണ്ടും നിയമ നടപടി ഉണ്ടായില്ല. ഇത്രയും നാട്ടുകാർ അറിഞ്ഞു, എൻ്റെ മാരേജ് ലൈഫിൽ വരെ വന്നു. എന്തുകൊണ്ട് ഒരു 15 വയസ്സ് ഉള്ള പെൺകുട്ടിയെ ഇത്രയും പേര് ഒരു നാട് മൊത്തം ഓടിച്ചിട്ട് രാത്രി മുഴുവൻ കാണാണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു പോലീസ് ചെന്നിട്ടില്ല? ഞാൻ പുറത്തിറങ്ങിയതാണ്, ഈ വഴി കൂടെ പോകാൻ പാടില്ല, ഈ വഴി കൂടെ പോകാൻ പാടില്ല. പിന്നെ ഞാൻ ഏത് വഴി കൂടെ എൻ്റെ വീട്ടിലേക്ക് പോവാ? അതാണ് ഞാൻ ചെയ്തിട്ട്. വലിയ ഫാമിലി, അവിടുത്തെ പിടിപാടുള്ള ഫാമിലി, അവരുടെ പേര് പോലും ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്കെതിരെ കേസ് വന്നിട്ടുണ്ട്, ഞാനൊക്കെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഡിഫമേഷൻ ആന്ന് പറഞ്ഞിട്ട്. അയ്യോ, അവർക്ക് ആ പയ്യൻ ബാങ്ക് ഉദ്യോഗസ്ഥൻ, ബാങ്കിലെ പ്യൂ, സഹകരണ ബാങ്കിലെ, അവനിപ്പോ എന്താണെന്നറിയോ പോലീസാ. അവൻ കല്ലു സ്റ്റേറ്റ് ചെന്നപ്പോ ഞാൻ നേർക്ക് നേരെ എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ നിന്നെ ഞാൻ തല്ലിയ ഈ സ്റ്റേറ്റത്തിൽ ഒറ്റടുത്തും ചോദിക്കില്ല, കൂടെ തല്ലാൻ ആൾക്കാർ വരുള്ളൂ, ലാസ്റ്റേ ചോദിക്കുള്ളൂ. പിന്നെ ഇതാണ് ആളെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി തല്ലു വീഴും, ഞാൻ തല്ലുകയും ചെയ്യും. ഞാനൊക്കെ പോലീസ് നല്ല ഒരു നിയമവും നിനക്കൊപ്പം നിൽക്കില്ല. കാരണം മീഡിയക്കകത്ത് ഞാൻ മനഃപൂർവ്വം വൈറലാകാൻ വേണ്ടി നോക്കിയതാണ്. കാരണം എനിക്ക് എത്തിക്കേണ്ടത് സ്ഥലത്ത് എത്തിക്കണം. എനിക്കൊരു നിയമം വേണം. ഇങ്ങനെയുള്ള കുട്ടികളെ ആർമി ഏറ്റെടുത്ത് അവർക്ക് വേണ്ട ആയോധനകലയും, കാരണം ഒന്നും പഠിക്കാത്ത ഞാൻ ഇത്രയും ധൈര്യത്തിൽ ഇവിടം വരെ എത്താൻ. ആ കുഞ്ഞുങ്ങൾക്ക് ഇനി വേദന എന്ന് പറഞ്ഞൊന്നുമില്ല, ഉറക്കില്ല. ഈ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ട്രെയിനിങ് കൊടുക്കണമെന്ന് വെച്ചാൽ അത്രയും കഠിനമായിട്ടുള്ള ട്രെയിനിങ് അതൊക്കെ അവർ കിട്ടും. അങ്ങനെയുള്ള പെൺകുട്ടികൾ എന്നെപ്പോലെ ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം വേണം, അറിവ് വേണം, ആയോധനകളെ പഠിപ്പിക്കണം, ഡാൻസ്, അവർക്ക് എന്താഗ്രഹിക്കുന്നു അതെല്ലാം നിങ്ങൾ എത്തിച്ചേ പറ്റുള്ളൂ. കാരണം ഈ സമൂഹം അവർക്ക് വേറൊരു പേര് കൊടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ചേ പറ്റുള്ളൂ. ധൈര്യം വേണമെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ അല്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവരെ ഇന്ന ടീമൊന്ന് എടുത്ത് ട്രെയിനിങ്ങിന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ പെൺകുട്ടികൾ. അതേസമയം ആ പെൺകുട്ടികൾ വീണ്ടും അതിലേക്ക് തന്നെ ഇടുന്ന പറഞ്ഞാൽ പെൺകുട്ടികൾ എങ്ങനെ പറയും? മെന്റൽ ട്രോമയാണ് വീണ്ടും കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ പറയോ? താൻ പറയോ? ഇല്ല, പേടിയായിരിക്കും, പറഞ്ഞ് ഇതെല്ലാം സംഭവിക്കാന്നുള്ളത്. അതേസമയം ഒരു പെൺകുട്ടി പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടികളുടെ ഐഡന്റിറ്റി മാറ്റി, പേരും അഡ്രസ്സും എല്ലാം പാരന്റ്സിനെ പോലും വേണ്ട മാറ്റിയിട്ട് ഇതേപോലൊരു ഇത് റെഡിയാക്കി ഒരു അക്കാദമി തുടങ്ങി ആ പെൺകുട്ടികൾക്ക് അവിടെ ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സോൾജർ ഉണ്ടാവും, ഏറ്റവും നല്ല ഡോക്ടർ ഉണ്ടാവും, ഏറ്റവും നല്ല പോലീസ് ഉദ്യോഗസ്ഥ ഉണ്ടാവും, ഏറ്റവും നല്ല വക്കീലുണ്ടാവും. ഈ ഒരു ടീമിനെ മാത്രം ഇങ്ങനൊരു ഡിപ്പാർട്ട്മെന്റ് റെഡിയാക്കി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് ധൈര്യത്തോടെ പറയാം. ഇപ്പൊ എനിക്ക് പിന്നാലെ വന്ന് പറയുന്ന പിള്ളേർക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ അനുഭവിച്ചിട്ട് കാണുക. സിനിമയിൽ നിന്ന് ഒഴിവാക്കണോ, എന്താ പറയാ, തുറന്നു പറയുന്ന ആളാണ്. എനിക്ക് നോ എന്ന് പറയേണ്ടത് ഞാൻ നോ പറഞ്ഞു. എനിക്ക് അവസരങ്ങളില്ല, വേണ്ട, കാലുപിടിക്കാൻ പോകില്ല, ഞാൻ തയ്യാറാണ്, എനിക്കിഷ്ടമുള്ളവരൂടെ തയ്യാറാണ്. സിനിമയ്ക്ക് ചാൻസിന് വേണ്ടി ഞാൻ തയ്യാറല്ല. എനിക്ക് ഹേമ കമ്മിറ്റി വേണ്ട, എനിക്ക് നീതി എനിക്ക് തന്നെ മതി. മറ്റൊരാൾ വഴി എനിക്ക് നീതി വേണ്ട, കിട്ടില്ല. കിട്ടോ? ഇല്ല. കുറച്ച് വിവാദം ഉണ്ടാക്കാൻ പറ്റി, അന്നേനും നോ പറഞ്ഞാൽ പോലെ എനിക്ക് നിങ്ങളോട് കിടക്കാൻ ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്ത് ഒരു കുറച്ച് ദൂരം നടന്ന് നിങ്ങളോട്ട് എനിക്കൊരു അറ്റാച്ച്മെന്റ് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ റൊമാൻറ്റിക് ആവാം. ഇത് അവസരത്തിന് വേണ്ടി ഇഷ്ടമില്ലാത്ത ഒരാളുടെ മുമ്പിൽ കിടക്കാന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരിതില്ല. ഞാൻ പറയാറുണ്ട്, എനിക്കൊരാളോട് ഇഷ്ടം തോന്നുമെങ്കിൽ അയാൾക്ക് എന്നോട് റെസ്പെക്ട് വേണം. എൻ്റെ വേഷത്തിനോ മാറ്റാനോ അല്ലെങ്കിൽ എൻ്റെ രൂപം മാറ്റാനോ പറയരുത്. എൻ്റെ കുട്ടിക്കളിയും എൻ്റെ മണ്ടത്തരവും പബ്ലിക്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന വിധവും എൻ്റെ കൂടെ ചേർന്ന് ചെയ്യാൻ പറ്റിയ ഒരാളായിരിക്കണം. അല്ലാത്ത ഒരാളോട് എനിക്ക് തോന്നില്ല. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വാശി കാണിക്കും, എനിക്കിത് വേണം അത് വേണം, എല്ലാം എൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കണം. അങ്ങനെ ഒരാളായിക്കോട്ടെ, കുഴപ്പമില്ല, പോയിക്കോ. പബ്ലിക് വരേണ്ട ഒന്നും വേണ്ട, റെസ്പെക്ട് വേണ്ട ഒന്നും വേണ്ട. ഇത് രണ്ടില് ഒന്നുമില്ല, ശരീരത്തിൽ കിടക്കണം, അവസരം തരാം, വേണ്ട. അതിന് നല്ലത് ഞാൻ നല്ല അടിപൊളിയായിട്ട് ഗ്ലാമർ വേഷം ചെയ്താൽ പോരെ, ഐറ്റം ചെയ്തൊക്കെ ചെയ്താൽ പോരെ, എനിക്ക് കുഴപ്പമൊന്നും, ഞാൻ ചെയ്യും. അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യും. മുമ്പൊക്കെ ഇരിക്കണ്ടായിരുന്നു, അയ്യോ അത് കാണിക്കാൻ പാടില്ല ഇത് കാണിക്കാൻ പാടില്ല. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതൊക്കെ കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും എന്ത് പേരാണെങ്കിലും കിട്ടണം. പിന്നെ താരം ബോധിപ്പിക്കാനാ ഞാനിപ്പോൾ എൻജോയ് ചെയ്യുള്ളൂ. നല്ല മനസ്സറിഞ്ഞ് ആരെന്ത് പറഞ്ഞു വേണമെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട വേഷം ഇടുന്നു, എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തയ്പ്പിച്ച് ഞാൻ ഇടും.
എനിക്കിപ്പോ കൊളാബ് കിട്ടുന്നത് ആ പേയ്മെന്റ് കൊടുത്തിട്ട് ഞാൻ വലിയ തുക ഒന്നും വാങ്ങല്ല, എനിക്ക് ചോക്ലേറ്റ് തന്നാൽ മതി. ഞാൻ ആ ചോക്ലേറ്റ് വാങ്ങിട്ട് എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എന്റെ കണ്ടന്റ് വാങ്ങി. കാരണം കൊളാബ് ഇടുന്നതിനൊക്കെ ഒരുപാട് പേയ്മെന്റ് വാങ്ങാനായിട്ട് ഞാൻ ആദ്യമൊക്കെ മറ്റവരോട് ചോദിച്ചിട്ട് ഞാൻ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ പറയും വേണ്ട, എൻ്റെ ഒരു പേജിൽ ഒരു സ്റ്റോറി നിങ്ങൾ എന്തിനും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും രൂപ അത് വേണ്ട, എനിക്ക് ചോക്ലേറ്റ് ഇത്ര രൂപക്ക് ചോക്ലേറ്റ് വേണം, ഇത്രയും പേർക്ക് കൊടുക്കാറുണ്ട്. ആ ചോക്ലേറ്റ് വെച്ചാൽ അത് കൊളാബ് ചെയ്തിടും, അത് വീഡിയോ എടുത്ത് മറ്റേ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് സ്ഥിരം കാണുന്ന കുറെ പേരുണ്ട്, അവർക്കൊക്കെ കൊടുത്തു കൊടുക്കും. അത് വീഡിയോ ഇട്ടുന്ന എനിക്ക് കണ്ടന്റ് ആയില്ലേ. പിന്നെ അതിലെന്ത് പ്രശ്നമുണ്ട്? അത് മോഷിക്കത് എനിക്കറിയാം. ഇപ്പൊ പിടിക്കാൻ പാടില്ലെന്നാ